കടയ്ക്കലിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയിൽ വേദിയിൽ പുഷ്പനെ അറിയാമോ എന്ന ഗാനം ആലപിച്ചതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. പുഷ്പനെ അറിയാമോ എന്ന ഗാനം ആലപിക്കുന്നതിന്റെ ഒപ്പം തന്നെ സ്ക്രീനിൽ ഡിവൈഎഫ്ഐയുടെ കൊടിയും പ്രദർശിപ്പിച്ചിരുന്നു. ഉത്സവത്തിനിടെ CPIM ഗാനവും കൊടിയും ഉപയോഗിച്ചതിനെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നതും. ഈ സംഭവം ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളോ കൊടിയോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഹൈക്കോടതി വിധി ഉണ്ടെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എല്ലാ ക്ഷേത്രങ്ങൾക്കും സർക്കുലർ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ പരിപാടിയോ ദേവസ്വത്തിൽ പാടില്ല എന്നാണ് സർക്കാരിന്റെയും കോടതിയുടെയും നിലപാട്. അത് കൃത്യമായി നടപ്പാക്കി മാത്രമേ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഉപദേശക സമിതികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ആചാരങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണമെന്നും കടയ്ക്കലിൽ ഉത്സവം നടത്തിയ ഉപദേശക സമിതിയായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അറിഞ്ഞത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു. ദേവസ്വം ബോർഡ് വിജിലൻസിനെ അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്തു. അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ആരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാലും നടപടി സ്വീകരിക്കുമെന്നും പെരുമ്പാവൂരിലെ ക്ഷേത്രത്തിൽ RSSന്റെ ഡ്രിൽ നടക്കുന്നുവെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിരുന്നു. അവിടെയും സമാനമായ നിലപാടാണ് എടുത്തതെന്നും 19-ന് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് യോഗം ചേരുമ്പോൾ പ്രത്യേക അജണ്ടയായി വിഷയം ചർച്ച ചെയ്യുമെന്നും പ്രശാന്ത് പറഞ്ഞു. അതേസമയം രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദികളാക്കരുത് എന്ന ഹൈക്കോടതി വിധിയെ അവഗണിച്ചിട്ടാണ് ഡിവൈഎഫ്ഐ സിന്ദാബാദ്, പുഷ്പനെ അറിയാമോ, ലാൽ സലാം തുടങ്ങിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രചരണ ഗാനങ്ങൾ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ അവതരിപ്പിച്ചതും. ഡിവൈഎഫ്ഐ CPM പാർട്ടി ചിഹ്നങ്ങളും കൊടിയും പ്രദർശിപ്പിച്ച് വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച് ഗാനമേള നടത്തിയതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കരുത് എന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വിധിയെ മറികടന്നാണ് കടയ്ക്കലിൽ ദേവീക്ഷേത്രത്തിൽ ഇടത് വിപ്ലവ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേള അരങ്ങേറിയത്. CPM DYFI ചിഹ്നങ്ങളും കൊടികളും അതുപോലെ തന്നെ LED ബോളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഗായകൻ അഘോഷി ക്ഷേത്ര ഉത്സവ വേദിയിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചത്. ഡിവൈഎഫ്ഐ സിന്ദാബാദ്, പുഷ്പനെ അറിയാമോ, ലാൽ സലാം തുടങ്ങിയ ഗാനങ്ങളായിരുന്നു കടയ്ക്കൽ ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതും. ക്ഷേത്രങ്ങളിലും വിവിധ ആരാധനാലയങ്ങളും ഉൾപ്പെടെ തന്നെ പാർട്ടിയുടെയും സ്വാധീനവും ഇടപെടലും കൂടുതൽ സജീവമാക്കിക്കൊണ്ട് പിടിമുറുക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു കടയ്ക്കൽ തിരുവാതിര ആഘോഷങ്ങളിൽ വിപ്ലവ ഗാനം ആലപിച്ചതും. കൂടാതെ തന്നെ കടുത്ത ഭാഷയിലാണ് ഇതിനെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതും. ഉത്സവം നടക്കുമ്പോൾ തന്നെ അവിടെ അങ്ങനെയാണോ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്, പുഷ്പനെ അറിയാമോ എന്നൊക്കെ പാടുന്നത് എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. പാർട്ടി സ്വാധീനം ഉറപ്പിച്ച് പ്രചരണത്തിനായി ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും പ്രയോജനപ്പെടുത്താനുള്ള CPM തന്ത്രത്തിനെതിരെ വിശ്വാസ സമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണിപ്പോൾ. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ അരങ്ങേറിയ ഈ രാഷ്ട്രീയ നാടകത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാതെ ദേവസ്വം ബോർഡ് നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ P പ്രശാന്ത് തന്നെ രംഗത്ത് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.